ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിന് സമീപമാണ് കാട്ടുവള്ളിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. വളരെ പൗരാണിക പെരുമയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഈ അമ്പലമുറ്റത്ത് നാട്ടുകാരുടെയും ക്ഷേത്രം അധികൃതരുടെയും ലാളനയേറ്റു വളർന്ന അനേകം ഗജകേസരികളുണ്ട്. ആനപ്രേമികളെയും ആസ്വാദകരെയും ഒപ്പം അവരുടെ ഒരു കൂട്ടായ്മ തന്നെ സൃഷ്ടിക്കുവാനും ഈ ക്ഷേത്രത്തിലെ ആകാര പ്രൗഢിയുള്ള കൊമ്പന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ ആനകളുടെ വിഷയത്തിൽ ഈ അമ്പലത്തിനുള്ള സ്ഥാനം. അഭൗമ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രമുറ്റത്തെ അലങ്കരിച്ച പ്രമുഖരുടെ പട്ടിക തന്നെ അല്പം നീണ്ടതാണ്. മൺമറഞ്ഞ ഗജകേസരികളായ ആറന്മുള രഘുനാഥൻ, മാവേലിക്കര ചക്രപാണി, തൃക്കടവൂർ ശിവൻകുട്ടി, കൊട്ടാരക്കര കൃഷ്ണൻകുട്ടി, ഹരിപ്പാട് വേലായുധൻ, മുല്ലയ്ക്കൽ സീതാരാമൻ തുടങ്ങി തിരുനക്കരയിലെ കൊച്ചുകൊമ്പനും വിശ്വനാഥനും വരെ സമസ്ത രാജകീയ ചൈതന്യങ്ങളോടും കൂടി നിറഞ്ഞു നിന്ന തട്ടകമാണ് കാട്ടുവള്ളിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. രാജസ്വഭാവമുള്ള കൊമ്പന്മാരുടെ ഈ വിഹാരഭൂമിയിൽ ധർമ്മശാസ്താവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉച്ചത്തിലുയർന്ന ശരണം വിളികളോടെയാണ് ആതിര വിനോദിന് ഗജരാജപട്ടം സമർപ്പിച്ചത്. കൊല്ലത്തെ പ്രമുഖ ആനക്കമ്പക്കാരനായ രവിയുടെ ഏറെ പ്രിയപ്പെട്ട ആനയാണ് വിനോദ്. ലക്ഷണമൊത്ത ധാരാളം കൊമ്പന്മാരെ വളർത്തുകയും ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്തിട്ടുള്ള രവി ആതിര വിനോദിനെ കുറച്ചു വർഷങ്ങളായി ഒപ്പം നിർത്തിയിരിക്കുന്നത് ഇവൻ്റെ സ്വഭാവ സവിശേഷതകൾ കൂടി കണ്ടുകൊണ്ടാണ്. മതപ്പാടിൽ പോലും എഴുന്നള്ളിക്കുവാൻ കഴിയുന്ന ഇവൻ്റെ ശാന്തതയും സമചിത്തതയുമാണ് ഈ ചെറിയ പ്രായത്തിനിടയിൽ തന്നെ ഈ വലിയ അംഗീകാരമെല്ലാം നേടിയെടുക്കുവാൻ ഇവനെ പ്രാപ്തനാക്കിയിരിക്കുന്നത്. തനിക്ക് ഗജരാജപട്ടം സമ്മാനിക്കുവാൻ തീരുമാനിച്ച വിവരം ഇവൻ അറിയുന്നത് ഒരു ഉത്സവപ്പറമ്പിൽ വെച്ചാണ്. ഉത്സവകാലം തുടങ്ങിക്കഴിഞ്ഞാൽ ആതിര വിനോദിനെ പിന്നെ കാണുവാൻ അവൻ നിൽക്കുന്ന ഏതെങ്കിലും അമ്പലങ്ങളിൽ തന്നെ പോകേണ്ടി വരും. ഈ വസ്തുത ഇവനെ അടുത്തറിഞ്ഞവർക്കൊക്കെ അറിയാം. അടുത്തിടെയായി എറണാകുളം വിട്ട് മറ്റൊരിടത്തേക്ക് ഒന്ന് നീങ്ങുവാൻ പോലും ഈ ഉത്സവ സീസണിനിടയിൽ ഇവന് കഴിയാറില്ല. എപ്പോഴന്വേഷിച്ചാലും തിരക്കോട് തിരക്ക് തന്നെ. ഇതിനിടയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ കാട്ടുവള്ളിൽ ശ്രീധർമ്മശാസ്താ യുവജന സമിതി പ്രവർത്തകരും അല്പം പ്രയാസപ്പെട്ടു. എന്നാലും ഈ ഉത്സവകാലത്ത് തന്നെ ആതിര വിനോദിന് പട്ടം നൽകണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. വിപുലമായ 2-3 കമ്മിറ്റികൾക്ക് ശേഷമാണ് ചടങ്ങുകളെക്കുറിച്ചുള്ള ഏകദേശ രൂപം തയ്യാറായത്. ആതിര വിനോദിനെ പോലുള്ള ഒരു മികച്ച കൊമ്പന് സ്വീകരണം നൽകുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർ തീരെ ചെറിയ ആനകളാകുവാൻ പാടില്ലല്ലോ. അതിൻ്റെ കുറവും ക്ഷീണവും ആതിര വിനോദിനല്ലേ. അതുകൊണ്ട് മികച്ച ആനകളെ തന്നെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുപ്പിക്കണമെന്ന് കമ്മിറ്റിക്കാർ തീരുമാനിച്ചു. ആകാര പ്രൗഢിയിലും തലയെടുപ്പിലും രാജകീയ ചൈതന്യം പുലർത്തുന്ന പാമ്പാടി രാജനിൽ യുവജന സമിതി ചെന്നെത്തിയത് അങ്ങനെയാണ്. ഉത്സവകാലമല്ലേ, രാജനും നല്ല തിരക്കുണ്ടായിരുന്നു. വളരെ ശ്രമപ്പെട്ട് പാമ്പാടി രാജനെ ബുക്ക് ചെയ്തു. ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മൈനാഗപ്പള്ളി വെട്ടിക്കോട്ട് ക്ഷേത്രത്തിലെ ചന്ദ്രശേഖരനെയും, ചടങ്ങിന് മാറ്റുകൂട്ടുവാൻ കുന്നത്തൂർ രാമുവിനെയും കുട്ടിക്കൊമ്പനായ മൂടയിൽ ഹരികൃഷ്ണനെയും കൂടി ബുക്ക് ചെയ്തതോടെ ആദ്യത്തെ കടമ്പ പിന്നിട്ടു സംഘാടകർ.